ഇന്ന് മാർച്ച് 14 നമ്മൾ ഡേറ്റ് എഴുതുമ്പോൾ 14/3/2024 എഴുതുക. അമേരിക്കയിലൊക്കെ നേരെ തിരിച്ചെഴുതുന്നത്. മന്തിൻ്റെ നമ്പർ ആദ്യവും ഡേറ്റ് രണ്ടാമതും എഴുതും. എന്ന് പറഞ്ഞാൽ 3/14 3.14. ഈ 3.14 എന്ന് കണ്ട കാലം തൊട്ട് ചില പ്രത്യേകതകൾ ഈ 3.14 ഇല്ലേ എന്ന് ആലോചിക്കുകയും അത് നമ്മുടെ പൈയുടെ വാല്യൂമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് ഇന്നേ ദിവസം പൈ ഡേ ആയിട്ട്, ഇൻ്റർനാഷണൽ പൈ ഡേ ആയിട്ട് ആഘോഷിക്കുക. മാത്തമാറ്റിക്സിൽ താല്പര്യമുണ്ടാകുന്ന ആളുകളൊക്കെ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ 3/14 കൂട്ടിയാണ്. 1879 ബർത്ത്ഡേ ഉള്ള ആളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ ആ ദിവസവും നമുക്ക് ഓൾമോസ്റ്റ് പൈ ഡേ എന്ന ഉള്ള രീതിയിൽ നമുക്ക് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഈ പൈയുടെ വാല്യൂ ചരിത്രാതീത കാലം തൊട്ട് അവൻ്റെ അന്വേഷണത്തിൻ്റെ അകത്ത് എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ അവന് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ വേണമെങ്കിൽ പൈയുടെ വാല്യൂ തപ്പിയല്ല ആൾക്കാർ പോയത്. നമുക്ക് നീളവും വീതിയും ഒക്കെ ഉള്ള ചതുരങ്ങളുടെയോ അല്ലെങ്കിൽ ഹെക്സഗണിൻ്റെയൊക്കെ പെരിമീറ്ററോ ഏരിയ ഒക്കെ കാണുന്നതിനകത്ത് കൃത്യതയോടെ നമുക്ക് വാല്യൂ കാണാൻ പറ്റും. എന്നാൽ ഇങ്ങനെ വൃത്താകൃതിയുള്ള വസ്തുക്കളുടെ വിസ്തീർണവും അതേപോലെ തന്നെ അതിന് പെരിമീറ്ററൊക്കെ കാണുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കൃത്യതയോടെ ഒരു ഉത്തരം നമുക്ക് എടുക്കാൻ പറ്റുന്നതില്ല. ഇത് മനുഷ്യൻ്റെ പ്രാചീന കാലം തൊട്ട് ഇന്നത്തെ ആധുനിക കാലം വരെയും നമ്മളെ പ്രതിസന്ധിയിലാർത്തുന്ന ഒന്നാണ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ എന്തായിരുന്നു ഈ വൃത്തപരിധി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വളരെ കൃത്യതയോടെ മനസ്സിലാക്കാൻ പറ്റിയത് ഏതാണ്ട് ഈ ഡയമീറ്ററിൻ്റെ 3 ടൈംസോളം വരുന്നുണ്ട്. അപ്പോൾ അത് പല വൃത്തങ്ങളുടെയും വെച്ച് കമ്പയർ ചെയ്യുമ്പം എല്ലാ വൃത്തരൂപങ്ങളുടെയും അതിൻ്റെ ആ പെരിമീറ്റർ, വൃത്തപരിധിയെ അതിൻ്റെ വ്യാസം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം കൃത്യതയോടെ ഒരു നമ്പർ, അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും ഒന്ന് തന്നെ ആകുന്നു എന്നതിടത്താണ് ഇതിൻ്റെ ഔത്സുക്യം വളരുന്നത്. വലിയ വൃത്തങ്ങൾ, നമ്മളൊരു ക്രിക്കറ്റ് കോർട്ടിൻ്റെ വൃത്തം എടുത്തിട്ട് അതിൻ്റെ വ്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന അതേ നമ്പറാണ് ചെറിയൊരു വൃത്തം ഒരു വളയെടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. ഇതിൽ നിന്ന് ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റുമോ, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണം വളരെ പ്രാചീന കാലം തൊട്ട് തുടങ്ങുകയും അന്നുണ്ടായിരുന്ന അതിൻ്റെ പ്രത്യേകതയിൽ നിന്ന് ഒരു വിഭാഗം നമ്പറുകൾ തന്നെ, അപരിയേയ സംഖ്യകൾ എന്നുള്ള രീതിയിൽ ഇറാഷണൽ നമ്പേഴ്സ് തന്നെ രൂപപ്പെടുന്നതും ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അത് വെച്ചുള്ള കാര്യങ്ങൾ വളരെ രസകരമായിട്ട് നമുക്ക് എത്തുന്നുണ്ട്. അതിൽപ്പെട്ട വാല്യൂ ആണ് ഞാൻ നിങ്ങളോട് പറയുന്ന പൈ. ഈ പൈ ഇന്ന് വളരെ സുപരിചിതമാണ്. സർക്കിളിൻ്റെ വിസ്തീർണം പറയുമ്പോൾ പൈ r² എന്ന് എല്ലാ കുട്ടികൾക്കും അറിയാൻ പറ്റും. പൈയുടെ വാല്യൂ 3.14 എന്ന് പറഞ്ഞാൽ നിർത്തും. 3.14 കഴിഞ്ഞിട്ട് പിന്നെ വാല്യൂസ് ഉണ്ട്. 3.1415 എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂസ് കൂടി പോകുന്നുണ്ട്. അപ്പം ഈ 3.14 എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു കാൽക്കുലേഷൻ്റെ വാല്യൂ കൊണ്ട് ഉണ്ടാകുന്ന ചില കുറവുകളും അതിൻ്റെ വ്യത്യാസങ്ങളൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എന്തിന് ഇത് കൃത്യതയോടെ പഠിക്കണമെന്ന് മനസ്സിലാവുന്നത്. അവർക്ക് ചെറിയൊരു വൃത്തം വരച്ചിട്ട് അതിൻ്റെ പരിധി കാണാനായിട്ടാണെങ്കിൽ നമുക്ക് 3.14 മതി. എന്നാൽ വലിയ വൃത്തമാണ്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഫുട്ബോൾ കോർട്ടിൻ്റെ അതിൻ്റെ വൃത്തപരിധി നമ്മൾ എടുക്കുമ്പോൾ സാധാരണ 3.14 എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഏതാണ്ടൊരു 1/2 മീറ്ററോളം വ്യത്യാസം വരും. ഇപ്പോൾ മനുഷ്യൻ്റെ പ്രാചീനകാല അന്വേഷണങ്ങളെന്ന് പറയുന്നത് ഭൂമിയുടെ വ്യാസം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഭൂമിയുടെ ഇത് കണ്ടുപിടിക്കുക, നമ്മുടെ സൂര്യന് ചുറ്റും കറങ്ങുന്ന ആ വൃത്തവലയത്തിൻ്റെ നീളം കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ ഗംഭീരമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ പറയുന്ന ചെറിയ നമ്പർ 3.14 എടുത്തു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത്. ഈ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിനെ എങ്ങനെയാണ് കണക്കാക്കിയത് എന്ന് പഠിക്കുമ്പോഴാണ് ഏറ്റവും രസകരമായിട്ടുള്ള ചില വസ്തുതകൾ നമുക്ക് കിട്ടുന്നത്. ഈ വസ്തുതകൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഇത് ആരാണ് ഇങ്ങനൊരു കാര്യം കണ്ടെത്തിയെന്നറിയാമോ? നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, യുറീക്ക എന്ന് വിളിച്ച് പറഞ്ഞ ആർക്കിമിഡീസ് ആണ് ഈ പൈയുടെ വാല്യൂ അല്ലെങ്കിൽ ഇങ്ങനൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് 250 BC അദ്ദേഹം പറഞ്ഞത് ഏതൊരു സർക്കിളിൻ്റെയും വൃത്തപരിധിയെ നമുക്ക് ഈ വ്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ഥിരമായ ഒരു സംഖ്യ, ഈ സ്ഥിരമായ സംഖ്യ അന്ന് സ്ഥിരമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നീട്
ഓയിലർ ഇതിനെ പോപ്പുലറൈസ് ചെയ്യുന്ന ഒരു സജസ്റ്റഡ് ഒരു നമ്പറായിട്ടാണ് പൈ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ കാണുന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് ശേഷമാണ് അതിന് പൈ എന്ന് തന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഈ വേലി കണ്ടുപിടിക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു പ്രയത്നമാണ്, നമ്മളിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു വൃത്തത്തിൻ്റെ ആ ഒരു വിസ്തീർണത്തെ കൃത്യതയോടെ മെഷർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കൃത്യതയോടെ ഇൻ ബിറ്റ്വീനാക്കി പറയാമെന്ന് പറയുന്ന ആർക്കിമിഡീസിൻ്റെ ആ സങ്കല്പത്തെ ബഹുമാനിച്ചേ പറ്റൂ. ആ കൃത്യത ഇല്ലായ്മ ഞാൻ കടക്കാം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക എന്നുള്ളതിലോട്ട് നമുക്ക് കടക്കാം. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ വൃത്തപരിധിക്ക് അങ്ങനെ ഒരു കൃത്യത, അല്ലെങ്കിൽ ആ പൈയുടെ വാല്യൂവിന്, ആ കോൺസ്റ്റന്റ് ഒരു കൃത്യതയോടെ ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ഈ കൃത്യതയോടെ പറയാൻ പറ്റുന്നു എന്ന് ഞാൻ പറയുന്നത്, നമ്മളിപ്പം 10/3 എടുക്കുകയാണെങ്കിൽ 3.333 എന്ന് എഴുതിക്കൊണ്ടേയിരിക്കാം. അതിലെ ആ മൂന്നാമത്തെ ആ ഡെസിമൽ വരുന്നത് ആവർത്തനത്തിലൂടെ വരുന്നവയാണ്. ആ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞാൽ 3 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്ന നമ്പറുകളെ നമുക്കൊരു ഫ്രാക്ഷനായിട്ട് നമുക്ക് 10/3 പോലുള്ള ഭിന്നകമായിട്ട് എഴുതാൻ പറ്റും. എന്നാൽ ചില നമ്പറുകളുണ്ട് ഡെസിമൽ ഇട്ടാൽ അതിനുശേഷം വരുന്ന നമ്പറുകളെ ഒരാവർത്തനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നവയല്ല. അഥവാ ആവർത്തിക്കുന്നവ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൃത്യതയോടെ നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്നവയല്ല. 22/7 പൈയുടെ വേലിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ സ്കൂൾ തലങ്ങളിൽ, അല്ലേ? അത് തുടർച്ചയായിട്ട് നമുക്ക് ആവർത്തിക്കുന്നത് കാണാം. അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ഡെസിമലോടുകൂടിയുള്ള സംഖ്യകൾ അല്ലാത്തവയാണ് നമ്മൾ ഇറാഷണൽ നമ്പർ, അതായത് A/B എന്നുള്ള ഫോമിൽ എഴുതാൻ വയ്യാത്ത നമ്പർ എന്ന് പറയുന്ന അപര്യേയ സംഖ്യകളായിട്ട് കണക്കുന്നത്. അതിൽപ്പെട്ട ഒരു നമ്പറാണ് പൈ. അതുപോലെ വേറെ നമ്പർ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലോഗരിതത്തിൻ്റെ ബേസ്, നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ബേസ് ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ കോൺസ്റ്റൻറ്റ് അതേ കാറ്റഗറിയിൽപ്പെട്ട നമ്പറാണ്. ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്ന നമ്പർ അതേ കാറ്റഗറിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇവയൊക്കെ നമ്മൾ നമ്മുടെ ഇറാഷണൽ നമ്പർ, അപര്യേയ സംഖ്യയിൽ നമ്പർ, അതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ആർക്കിമിഡീസ് കണ്ടത് വളരെ രസകരമായിട്ടുള്ള ഒരു രൂപത്തിലാണ്. ഒരു സർക്കിൾ എടുത്തിട്ട് സർക്കിളിൻ്റെ അകത്ത് വെക്കാവുന്ന ഒരു ചതുരം നിങ്ങൾ മനസ്സിൽ കാണുക. ആ ചതുരത്തിൻ്റെ ചുറ്റളവിനേക്കാൾ കൂടുതലാണ് ആ സർക്കിളിൻ്റെ ചുറ്റളവ്. എന്നിട്ട് അതിന് വെളിയിലുള്ള ഒരു ചതുരം കൂടി വെച്ച് കഴിഞ്ഞാൽ ആ ചതുരത്തിൻ്റെ ചുറ്റളവിനേക്കാൾ കുറവാണ്. അപ്പോൾ ഈ കൂടുതലും കുറവ്, മാക്സിമം മിനിമം എന്നുള്ള കണ്ടീഷനിലൂടെ ഇതിനിടയ്ക്കാണ് ആ വൃത്തപരിധി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡിയയാണ് ഇതിൻ്റെ വാല്യൂ കണ്ടെത്താൻ സഹായിക്കുന്നത്. അതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, ഡയമീറ്റർ 1 ആയിട്ടുള്ള, ഡയമീറ്റർ 1 ആകുമ്പം റേഡിയസ് എത്രയാണ് നമുക്ക് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/2 ആയിരിക്കും, അല്ലേ? അപ്പോൾ അതിൻ്റെ വൃത്തപരിധി നിങ്ങൾ നോക്കിയേ, ഡയമീറ്റർ 1 ആണെങ്കിൽ 2r1 ആണ്. ഇപ്പോൾ 2πr നിങ്ങളിപ്പോൾ എഴുതുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇത് കോൺസ്റ്റൻ്റ് ആണ്, പൈയാണ്. അപ്പോൾ അതായത് ഡയമീറ്റർ 1 യൂണിറ്റുള്ള ഒരു സർക്കിളിൻ്റെ വൃത്തപരിധി അല്ലെങ്കിൽ പെരിമീറ്ററാണ് പൈയുടെ വാല്യൂ. ഇത് കാണാനായിട്ട് നമ്മൾ അങ്ങനെ ഒരു സർക്കിൾ വെക്കുകയും അതിൻ്റെ അകത്തും പുറത്തും 2 ഹെക്സഗൺ നമ്മൾ വെക്കുക. ഇതുവരെ 2 ഹെക്സഗണിൻ്റെയും വാല്യൂ നോക്കി 6 സൈഡുണ്ട്, അല്ലേ? റേഡിയസ് 0.5 ആണെങ്കിൽ ഈ 6 സൈഡും ഒരേ നീളത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ കിട്ടുന്നത് ആ അകത്തെ ഹെക്സഗണിൻ്റെ പെരിമീറ്റർ 3 ആണ്. അപ്പോൾ ഇങ്ങനെ അവയുടെ രണ്ടിൻ്റെയും ഇടയ്ക്കാണ് പൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് കിട്ടുന്നിടത്താണ് ആർക്കിമിഡീസിൻ്റെ മനസ്സിൽ ഇത് കാണാൻ പറ്റും. പക്ഷെ ആർക്കിമിഡീസ് നമ്മളെ പോലല്ല. ഇന്നത്തെ കാലത്ത് 96 സൈഡുള്ള ഈ പറയുന്ന പോളിഗണുകൾ അകത്തും പുറത്തും വെച്ച് കൃത്യതയോടെ കാൽക്കുലേറ്റ് ചെയ്തതാണ് നമ്മൾ ഇന്നീ കാണുന്ന 3.14 എന്നുള്ള വാല്യൂ. ഇത് BC 250-ലാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ചൈനയിലൊക്കെ ആണ്ട് 186 സൈഡുള്ള, 2200 സൈഡുള്ള, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പോളിഗണുകളെ വെച്ചുകൊണ്ട് ഇതിൻ്റെ വാല്യൂസ് 32 പ്ലേസുകളൊക്കെ കണ്ടെത്തി എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ചരിത്രം. എന്നാൽ ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ലോകം അന്വേഷിക്കുന്ന ഈ പൈയുടെ ചരിത്രം എടുക്കുമ്പോൾ ഇതിങ്ങനെ ജോമെട്രിക്കലി പ്രൂവ് ചെയ്യാതെ വേറെ ഏതെങ്കിലും മാർഗേന ഇതിൻ്റെ ഉത്തരം, അതായത് ഈ പൈയുടെ വാല്യൂ ഡെസിമൽ പ്ലേസിൽ ഇങ്ങനെ ആവർത്തിക്കപ്പെടാതെ, അല്ലെങ്കിൽ ഡെസിമലിന് ശേഷം വരുന്ന നമ്പറുകൾ ആവർത്തിക്കപ്പെടാത്ത ഈ നമ്പർ കണ്ടെത്താൻ മാർഗമുണ്ടോ? അഭിമാനത്തോടെ പറയട്ടെ, കേരളത്തിൽ ജീവിച്ചിരുന്ന 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, ഓർക്കുക, പൈ എന്നുള്ള ലെറ്റർ നമ്മുടെ ഈ ഗണിതശാസ്ത്ര ശാഖകളിലോട്ട് ഉൾപ്പെടുത്തുമ്പോൾ അത് 17-ാം നൂറ്റാണ്ടിലെ ഓയിലറിൻ്റെ സംഭാവനയാണ്. ലെബിനിറ്റ്സിൻ്റെ രീതിയിലൊരു എക്സ്പാൻഷൻ പിന്നീട് നമുക്ക് കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ ലെബിനിറ്റ്സ് എക്സ്പാൻഷൻ പോലെയാണത് പഠിച്ചു വച്ചിരുന്നത്. എന്നാൽ 13-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന, ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ജീവിച്ചിരുന്ന സംഗമ ഗ്രാമ മാധവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേണു ആരോഹം എന്നുള്ള
ആ ബുക്കിൽ പുള്ളിയുടെ താളിയോലയിലാണ്. വേണു ആരോഹം എന്നുള്ള വാക്ക് പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുളയേണിയിൽ കൂടെയുള്ള കയറ്റം എന്നാണ് വേണു ആരോഹം എന്നുള്ള വാക്ക്. ഗണിതശാസ്ത്രത്തിന് പുള്ളി ഇത്രയും മനോഹരമായൊരു പേര്, അതിൽ തന്നെ ഈ മാധവാചാര്യൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേണു ആരോഹം എന്ന് പറഞ്ഞാൽ ഒരു ഏണിയിൽ കൂടെ കയറി പോകുന്നത്. മുളയേണി നിങ്ങൾക്കറിയാമല്ലോ, മുളയേണിയുടെ സൈഡ് ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ്. ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് നിങ്ങൾ വരച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അടുത്ത സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ കയറി പോകണം. അപ്പോൾ എവിടെയെങ്കിലും ഈ ചവിട്ടാൻ ഒരു കാലില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മുകളിലോട്ട് കയറ്റാൻ പറ്റത്തില്ല. ഇതാണ് കണക്ക്, ഗണിതം. അപ്പം അദ്ദേഹം എഴുതിയ ഈ മഹനീയമായ ഗ്രന്ഥത്തിൽ ഇതിൻ്റെ ഈ പൈയുടെ വേലിൽ കണക്കാക്കുന്ന ശ്ലോകം അടങ്ങിയിരിക്കുന്നു. ഇത് തിരിച്ചറിയുകയും ആ ശ്ലോകത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ലോകത്താദ്യമായിട്ട് പൈയുടെ വാല്യൂ ഇങ്ങനെ ഒരു സംഖ്യാശ്രേണിയിലൂടെ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. അപ്പം അതിൻ്റെ പാരമ്പര്യമുള്ള നമുക്ക് എന്തിനാണെന്ന് ആ കാലത്ത് ചെയ്തത് എന്നറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഗണിതശാസ്ത്രത്തിൻ്റെ ആഴം മലയാളികൾ എന്തുമാത്രം അവരുടെ കെൽപ്പുണ്ടായിരുന്നു തിരിച്ചറിയുന്നത്. ലോകം മുഴുവൻ അതിശയത്തോടെ കാണുന്ന ഒരുപാട് ഗണിതശാസ്ത്ര സങ്കല്പങ്ങളുണ്ട്. അവരുടെ പിന്നാമ്പുറ അതിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മളിന്ന് പറയുമ്പം അസ്ട്രോഫിസിക്സ് അല്ലെങ്കിൽ അസ്ട്രോണമിയിലൊക്കെ നമ്മുടെ ജ്ഞാനം വളരെ ഗംഭീരമായിട്ട് മാറുന്നതിൻ്റെ കാര്യം. അതായത് നമുക്കറിയാൻ പറ്റും ISRO പോലുള്ള നമ്മുടെ വാനനിരീക്ഷണ ഗ്രൂപ്പുകളിൽ മലയാളികളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. അവിടുന്ന് റിട്ടയർ ചെയ്യുന്ന 95% ഡയറക്ടർമാരും നമ്മുടെ മലയാളികളായിരുന്നു എന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് കാണണം. നാസയിൽ ഒരു കാലത്ത് 70-80% ആളുകൾ മലയാളികളായിരുന്നു. അത് പാരമ്പര്യമായിട്ട് നമ്മുടെ ഒബ്സർവേഷൻ, ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ ഒബ്സർവേഷൻ. ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ വെറുതെ വാനനിരീക്ഷണം എന്നല്ല, നമുക്ക് ഉപയുക്തമായിട്ടുള്ള രീതിയിൽ എന്താണ് നമ്മുടെ ഉപയോഗം. അന്നത്തെ കാലത്ത്, വളരെ പ്രാചീനമായ കാലത്ത് മാനവരാശിക്ക് ഏറ്റവും പ്രധാനമായത് ഒരു 4 മാസക്കാലം കൃഷി ചെയ്യാനുള്ള ഒരു കാലാവസ്ഥ ഏത് സമയങ്ങളിലാണെന്ന് കിട്ടേണ്ടിയിരുന്നു. അത് കണക്കാക്കിയെടുക്കുന്നതിനുള്ള അന്വേഷണമാണ് വാനനിരീക്ഷണത്തിൽ ഇവരെ സഹായിച്ചത്. ഈ വാനനിരീക്ഷണത്തിൻ്റെ അകത്ത് ദൂരെ കാണുന്ന നക്ഷത്രങ്ങളുടെ അകലവും അവയുടെ സ്ഥാനവും രണ്ടും നമുക്ക് സങ്കല്പിക്കാനേ പറ്റുകയുള്ളൂ. ആ വ്യത്യാസങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് അവയുടെ ആംഗിൾ ചേഞ്ച് അഥവാ അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ആ റൊട്ടേഷണൽ ചേഞ്ച് നമ്മുടെ വളരെ ഗംഭീരമായ റേഡിയൻ മെഷർമെൻറ്റിലൂടെ ഈ 13-ാം നൂറ്റാണ്ടിലെ മലയാളി ലിസ്റ്റ് ചെയ്യപ്പെടുകയും നമ്മളിന്ന് പഠിക്കുന്ന സൈൻ തീറ്റയുടെ എല്ലാ വാല്യൂ 12 ഡെസിമൽ പ്ലേസിനുള്ള മുഴുവൻ വാല്യൂസും കൃത്യതയോടെ എഴുതിയിരുന്ന ആളാണ് ഈ പറയുന്ന സംഗമ ഗ്രാമ മാധവനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും. സ്കൂൾ ഓഫ് കേരള എന്ന് നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ അത് കാണാൻ പറ്റും. അദ്ദേഹം കണ്ടെത്തിയ ഈ വാല്യൂ, ഈ പറയുന്ന പൈയുടെ വാല്യൂ കണ്ടെത്തുന്നതിലൂടെ ഒരുപാട് നമ്മുടെ ഈ കാൽക്കുലേഷനെ ഗ്ലബ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കേരള പാണിനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളിൽ എവിടെ എന്ന് എപ്പോൾ ഉദിക്കുന്നു എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാർച്ച് 23-നും, ഇത് മാർച്ച് 14-ആണ്, കൃത്യതയോടെ എക്കണോമിക്സ് പ്രതിഭാസം നമ്മുടെ സൂര്യാസ്തമനം കിളിവാതിലൂടെ വരുന്നു. അത് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ആരംഭമാണ്. ഇനി 6 മാസം കഴിയുമ്പോൾ സെപ്റ്റംബർ 21 ഇത് നമുക്ക് വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈ 3 കാലങ്ങളും അതിനുശേഷം വരുന്ന നമ്മുടെ ദിവസങ്ങളും കൂടിയുള്ള കൃത്യതയോടെയുള്ള കണക്ക് കൂട്ടുന്നതിന് ഇവരെ സഹായിച്ചത് ഈ പൈയുടെ വാല്യൂവാണ്. ഈ വൃത്ത രീതിയിലുള്ള പരിധിയും അവയുടെ ഈ ഗ്രഹങ്ങളുടെ മാറ്റവും ഒക്കെ കൃത്യതയോടെ കണക്കാക്കുകയും നമ്മുടെ കേരളത്തിൽ ഏത് നല്ല കാലാവസ്ഥയിലാണ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ശാസ്ത്രം അല്ലെങ്കിൽ അതിനുള്ള കാഴ്ച, മുൻകരുതൽ പറയുന്നതിന് വേണ്ടിയാണ് ഈ ശാസ്ത്രം രൂപപ്പെട്ടിരുന്നത്. അപ്പോൾ അതിന് അവരെ സഹായിച്ച ഗ്രന്ഥങ്ങൾ ഈ പറയുന്നവയാണ്. ഇപ്പോൾ നമുക്കറിയാം തിരുവാതിര, ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ അന്ന് കൃത്യതയോടെ മഴ പെയ്യുന്നൊരു ദിവസം. അതേപോലെ തന്നെ തിരുവോണം നാളെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെളുത്ത വാവിൻ്റെ ദിവസം. ഇങ്ങനെ കൃത്യതയോടെ ആകാശത്തിലെ ഗ്രഹങ്ങളെ സമഗ്രമായിട്ട് ചെയ്യുന്ന ആ ഒരു ശാസ്ത്രശാഖയ്ക്ക് സഹായപ്പെട്ടതാണ് ഈ പറഞ്ഞ വാല്യൂ. അതുകൊണ്ടാണ് സംഗമ ഗ്രാമ മാധവനെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് ഈ കൃത്യതയുടെ വാല്യൂ കാണാൻ നമ്മളെ സഹായിക്കുക. ഇപ്പോൾ ട്രിഗണോമെട്രിയുടെ ആഴത്തിലുള്ള അന്വേഷണം അവ തിരിച്ചെടുത്താൽ കിട്ടുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ കിട്ടുന്ന ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ എക്സ്പാൻഷൻ ഏറ്റവും പുതിയ കാലത്തോടെയാണ് വരിക. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ എക്സ്പാൻഷൻ ഞാൻ പറയുമ്പോൾ അത് ഒരല്പം മാത്തമാറ്റിക്കലി പറയേണ്ടി വരും. അത് പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം, നമ്മുടെ പ്ലസ് 2 പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അതറിയാം. അതിൻ്റെ അകത്ത് എക്സിന് 1 കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1 ആണ് π/4 ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പം കിട്ടുന്ന ഇതാണ് പൈയുടെ വാല്യൂ. ഈ പൈയുടെ വാല്യൂ നമ്മൾ കിട്ടാൻ റൈറ്റ് സൈഡിൽ എക്സിന്
റേഡിയനായിട്ടുള്ള 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസാണ് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സംഗമ ഗ്രാമമാധവൻ ഉപയോഗിച്ചത് എന്ന് അറിയുമ്പോഴാണ് ഗണിതശാസ്ത്രത്തിൽ നമ്മുടെ ആഴത്തിലുള്ള ആ ബോധ്യം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാൽക്കുലേഷനെ വളരെ കൃത്യതയോടെ പറയാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ പൈയുടെ വാല്യൂവും അതിൻ്റെ വാല്യൂ കാണാനുള്ള വഴികളുമൊക്കെ ആർജിച്ചുകൊണ്ടാണ് ഈ ട്രിഗണോമെട്രിയിൽ ഇവരിത് എത്തുകയും അതിൻ്റെ വാല്യൂസ് ഉപയോഗിക്കപ്പെടുകയും ചെയ്തത്. അപ്പം വൃത്തത്തിൻ്റെ ആ പരിധി കാണാനായിട്ടുള്ള ജോമെട്രിക്കൽ കോൺസെപ്റ്റ് ആർക്കിമിഡീസിൽ നിന്ന്, അതല്ലെങ്കിൽ ആര്യഭടൻ്റെ ബേസിക് ഇതിൽ നിന്ന് നമ്മൾ സീക്വൻസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ കോൺസെപ്റ്റിലൂടെ നമുക്ക് ലോകത്തിന് കാഴ്ചവെച്ച ആൾ സംഗമ ഗ്രാമമാധവനാണ്. അപ്പം ഇൻ്റർനാഷണൽ പൈ ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ലോകം എല്ലായിടത്തും ആഘോഷിക്കുമ്പോൾ അവരെല്ലാവരും ഈ സംഗമ ഗ്രാമമാധവനെ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെ കാണാനും അതനുസരിച്ച് എടുക്കാനും ഉണ്ട് എന്നത് നമുക്ക് വളരെ സന്തോഷപ്പെട്ടതാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.